നമ്മുടെ അമ്മക്കിളിക്കൂടിന്റെ 52ാമത്തെ വീടിന്റെ ഒറിജിനൽ താക്കോൽ കൊടുക്കുക. ബാക്കി ഒറിജിനൽ താക്കോല് താക്കോൽ ദാനമാണ് ചേച്ചി. എല്ലാവിധ സന്തോഷമുണ്ട് ഷീന ചേച്ചിക്ക് വേണ്ടി. അത് ഈ ഒരു റമദാന സമയത്ത് ഇത്രയും നല്ലൊരു ചെറിയൊരു കുട്ടില് അല്ലേ? എനിക്ക് തോന്നുന്നു അൻവർ സാർ ഇത് വർഷങ്ങൾക്ക് മുമ്പേ വിധവ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടിക്ക് ഈ ഒരു പദ്ധതി തുടങ്ങിയത് ഭയങ്കര സന്തോഷമുണ്ട്. അതും 52ാമത്തെ വീടാണ്. ഇനിയും ഒരുപാട് എന്താ പറയാ റെക്കമെൻഡേഷൻസ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര നല്ലൊരു എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഇപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇക്ക ഇത് തുടങ്ങിയിട്ടുണ്ട്. അമ്മ കിളി കൂട്. ആ പേരിൽ തന്നെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഈ മാസം എന്തെങ്കിലും നല്ലത് ചെയ്താലും നല്ലതേ വരുള്ളൂ. ഷീന ചേച്ചിക്കാണ് ആ ഭാഗ്യം, എനിക്ക് ഭാഗ്യം കിട്ടിയത് ചേച്ചിക്ക് കൊടുക്കാക്കി. ഒരുപാട് സന്തോഷം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് ഇത് 52ാം വീടല്ല, ഇത് 200, 500 എല്ലാം ആവട്ടെ. എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷവാനും സംതൃപ്തി ഉള്ള ഒരു ദിവസമാണ്. അമ്മക്കിളിക്കൂട് എന്ന പദ്ധതിയുടെ 52ാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ്. ഒറിജിനലായി ഇപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആ വീട്ടിലേക്ക് നമ്മുടെ ഷീന ചേച്ചിയും 2 മക്കളും ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഉള്ള സന്തോഷം ഞാൻ കണ്ടു. അവിടെ വന്നപ്പോൾ തന്നെ കണ്ടു. ഞാനിതിൻ്റെ ഡേറ്റ് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ഡിസർവിംഗ് ആയ അർഹതപ്പെട്ട ഒരു കുടുംബമാണിത്. ഞാനിപ്പോൾ ശ്വേതയുടെ ഞാൻ പറയായിരുന്നു. കാരണം ഈ ഒരു ചരിത്രം പറയുന്നതെന്നറിയാമോ? ഞാൻ കോവിഡ് വന്ന സമയത്ത് എന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു കോള് വരെ രാവിലെ എനിക്ക്. ഉണ്ണിച്ചേട്ടൻ എൻ്റെ വളരെ ചെറുപ്പം കാലം അറിയുന്ന ഉണ്ണിച്ചേട്ടൻ, നമുക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ഉണ്ണിച്ചേട്ടനെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. ഈ കുടുംബത്തെ തന്നെ മറക്കാൻ സാധിക്കില്ല. കാരണം ഈ കുടുംബമൊക്കെ ഞാനായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റാണ്. അവിടെ കക്ഷി ജാതി മത ചിന്തകൾക്കപ്പുറമാണ് ഇവിടെയുള്ള ഈ പുതുവാശ്ശേരിക്കാരുള്ള ജനങ്ങളുമായുള്ള എനിക്കുള്ള ബന്ധം. അവിടെ എൻ്റെ മുമ്പിൽ വരുമ്പോൾ രാഷ്ട്രീയമോ ജാതിയോ ആരും നോക്കാറില്ല. അതെനിക്ക് തിരഞ്ഞെടുപ്പിൽ എനിക്ക് അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ എന്നെ ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിച്ചേക്കാണ്, അങ്ങനെ സാധത്തല്ലേ? അതെ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അത്യാവശ്യം വളരെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടാണ്. ഞാൻ ഉണ്ണിച്ചേട്ടൻ മിസ് കോൾ ഉണ്ട്. അപ്പോൾ അന്ന് കോവിഡ് ഇങ്ങനെ മൂർജിച്ചിരിക്കുന്ന സമയം. അപ്പോൾ കോവിഡെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെപ്പോലെ ജനപ്രതിനിധി ഇറങ്ങിയേ പറ്റുള്ളൂ. അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ മിസ് കോൾ ഉണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എനിക്ക് മരുന്നിന് ചെറിയ പ്രയാസമുണ്ട്, മരുന്ന് മേടിച്ചത് തീർന്നു പോയി, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ PA ഉണ്ട് സന്ദീപ്, അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ നിന്ന് ആ മരുന്നിൻ്റെ സ്ലിപ്പ് കയ്യിൽ മേടിച്ച് ഞാൻ പോയി മെഡിക്കൽ ഷോപ്പ് പോയി നേരിട്ട് മേടിച്ച് ആ മരുന്നിൻ്റെ എത്തിച്ച്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വരുന്നത്. ചേട്ടാ, ഇങ്ങനെ എത്ര പേര് പ്രയാസപ്പെടുന്നുണ്ടാവും? എത്ര പേര് മരുന്ന് മേടിക്കാൻ ഈ കോവിഡ് സമയത്ത് വരുമാനമില്ലാതെ, നമുക്ക് ആരും വീട്ടിൽ പോയി ജോലി എടുക്കാൻ സമയമില്ല. അപ്പോൾ തന്നെ എൻ്റെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ശരിയാണ്, നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പദ്ധതി അനൗൺസ് ചെയ്യാണ്. കോവിഡ് സമയത്ത് ആലുവ നിയോജകമണ്ഡലത്തിലുള്ള മരുന്നിന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പം തന്നെ ഞാൻ ഈ ഫാർമസിസ്റ്റ് ഉണ്ട്, അവരെ കുറേ പേര് വിളിച്ചു. അവരുടെ അസോസിയേഷൻ ബന്ധപ്പെട്ട് അവർ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ യൂത്ത് കെയർ പ്രവർത്തകരുണ്ട്, അവരുമായി സംസാരിച്ചു. മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. വീടുകളിൽ എത്തിച്ചു കൊടുക്കണം, ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല.
അങ്ങനെ ആ സിസ്റ്റം ഞാൻ ഇതാക്കിക്കൊണ്ട് ആ പദ്ധതി ആരംഭിച്ച് ഏകദേശം 38 ലക്ഷം രൂപയുടെ മരുന്നാണ് അന്ന് ഈ വീടുകളിലേക്ക് എത്തിയത്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിയില്ല കേട്ടോ, ആർക്കാണ് മരുന്ന് ആവശ്യം. പക്ഷെ ചില മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ അറിയാല, ചില ആളുകൾ എത്ര പൈസ ഉണ്ടായാലും ചിലർ ചെറുത് കാണിക്കും. അത് ഞാൻ പക്ഷെ എന്നാലും ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ഓരോരുത്തർ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ആ വിളിയാണ് എന്നെ പക്ഷെ ഒരു ദൈവമായിരിക്കുള്ളൂ. ദൈവമായിരിക്കും ഉണ്ണിച്ചേട്ടൻ ആ സമയത്ത് എന്നെ വിളിപ്പിച്ചത്. ഞാൻ അങ്ങനെ കാണുന്നതാണ്, ഞാൻ എല്ലാം നിമിത്തമായി കാണുന്ന ആളാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടന് ആ വിളിയാണ് എന്നെ ഈ 38 ലക്ഷം രൂപ എത്രയോ ആളുകൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ സാധിച്ചു. ചില ആളുകളൊക്കെ ചില വാർഡുകളിലൊക്കെ അത് കണ്ടിന്യൂ ചെയ്ത്, ഞാൻ ഈ നമ്മുടെ ഷാജിൻ്റെ വാർഡിൽ നെടുവന്നൂർ അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ ആ മരുന്ന് കൊടുക്കുന്ന പ്രക്രിയ പിന്നെ കണ്ടിന്യൂ ചെയ്ത് എനിക്കറിയാവുന്ന പല സ്ഥലത്തും ഞാനിപ്പോൾ ഈ പഞ്ചായത്ത് കണ്ടാന്ന് പറഞ്ഞ് ആ മരുന്ന് പ്രക്രിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ സ്ഥലത്തിൽ അദ്ദേഹത്തെ ഓർക്കുക എന്ന് വെച്ച് എൻ്റെ ഒരു ഉത്തരവ്. കാരണം അങ്ങനെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ദൈവം വഴി കാണിച്ചത് തീർച്ചയായിട്ടും ആ ചേട്ടനാണ്. ഞാൻ ഒരിക്കലും ആ മരുന്ന് കൊടുത്ത ആളുകളോടല്ല നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, അവരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്, ഗാന്ധിജി പറഞ്ഞതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ അവരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം അവർ കാരുണ്യ പ്രവൃത്തി നമ്മൾക്ക് അനുവദിക്കണമല്ലോ, അല്ലേ? ഇപ്പം ഈ വീട് എനിക്ക് പണിയാനുള്ള അനുമതി അവർ തന്നപ്പോഴാണ് അവരോടെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് നമ്മൾ അതിനെയൊക്കെ നോക്കുന്നത്. നമുക്കറിയാം ഈ അമ്മക്കളിൽ കൂടെയുള്ള ഭവന പദ്ധതിയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാം. ജിഷ എന്ന സഹോദരി നമുക്കറിയാം കൊല ചെയ്യപ്പെട്ടു. എന്താണ് കൊല ചെയ്യപ്പെടാനുള്ള കാരണം? സുരക്ഷിതമായ ഒരു ഭവനമില്ലാത്തതുകൊണ്ട്. അന്ന് ഞാൻ ആദ്യം MLA ആയ സമയത്ത്, ഫസ്റ്റ് ടൈം MLA ആയ സമയത്ത്, MLA ആയി അവസാന ഘട്ടത്തിലാണ്, ആ വർഷം തീരാറെ ആ സമയത്താണ് ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്താണ്, സുരക്ഷിത ഭവനം ഉണ്ടാക്കിയാൽ ഒരു നല്ല അടച്ചുറപ്പുള്ള ഒരു ഡോർ ഉണ്ടായിരുന്നെങ്കിൽ ആ കാബാലികൻ്റെ ഒരു പക്ഷെ ആ കുട്ടി രക്ഷപ്പെട്ടേനെ. പക്ഷെ അതില്ലാത്തത് കൊണ്ട് ആ കുട്ടി കൊല ചെയ്യപ്പെട്ടു. അന്ന് എൻ്റെ മനസ്സിൽ കയറി പ്രിയപ്പെട്ടവരെ ഈ പദ്ധതിയെക്കുറിച്ച് സുരക്ഷിതമായ ഭവനമൊരുക്കുക. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരും അപ്പോൾ അന്ന് അനൗൺസ് ചെയ്ത പ്രശ്നം രണ്ടാമത്തെ ഇലക്ഷൻ നേരിടാൻ പോണ്. അപ്പോൾ പറയും സ്വാഭാവികം പറയും ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഞാൻ മിണ്ടിയില്ല, മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. രണ്ടാമത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതുപോലെ എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ എൻ്റെ MLA അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അപകടമാണ്, ഈ ആളുകളെങ്ങനെ തൃപ്തിപ്പെടുത്തും, അപേക്ഷ മേടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ല എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അന്ന് ശ്രീ രമേശ് ചെന്നിത്തലുണ്ട്, അതുപോലെ ഉമ്മൻചാണ്ടി സാറുണ്ട്, അന്ന് അങ്ങനെ പലവരോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇങ്ങനൊരു പദ്ധതി ഞാൻ തുടങ്ങാൻ പോണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹമൊക്കെ ഉണ്ടാവുമെന്ന്. അതുപോലെ എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള മറ്റുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി അവരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഈ ആശങ്ക പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞു അതങ്ങോട്ട് ചെയ്യാം, അത് ചെയ്യുക, ധൈര്യം തരാണ്. അങ്ങനെയാണ് ഞാൻ ഉജാല രാമേന്ദ്രൻ ചേട്ടൻ അറിയില്ല, ബോംബെ ഉജാല രാമേന്ദ്രൻ ചേട്ടനെ സമീപിച്ചപ്പോൾ, അതിനുമ്പോൾ ഉജാല രാമേന്ദ്രൻ ചേട്ടൻ നമ്മുടെ ശേഖറിൻ്റെ വീട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പദ്ധതി തുടങ്ങാൻ പോണ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ, എന്നാ താൻ തുടങ്ങി, നല്ല കാര്യം, 2 വീട് എൻ്റെ മകന്ന് പറഞ്ഞു. അങ്ങനെയാണ് മള്ളുശ്ശേരിയിൽ നമ്മൾ ഫസ്റ്റ് വീടിന് കല്ലിട്ടത് പ്രിയങ്കട ജയറാമേട്ടനാണ് കല്ലിട്ടത്. ജയറാമേട്ടൻ്റെ മകളുടെ കല്യാണം വിളിച്ചപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, അത് പുള്ളിയാണ് അത് ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചത് ആ വീടിൻ്റെ പണി. എൻ്റെ പ്രളയം വന്നപ്പോഴും നമ്മൾ വേറെ 38 വീട് പണിത് കൊടുത്തത്, അതും ജയറാമേട്ടനാണ് ഫസ്റ്റ് വീട് വന്ന് കല്ലിട്ടത്. അന്ന് പ്രളയത്തിന് നമ്മൾ 38 വീട് ഇതുപോലെ സ്പോൺസർമാരുടെ പണിത്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണ് നമ്മൾ ഈ അമ്മക്കളിൽ കൂടെ എന്ന പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അതായത് വിധവകളെ തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നമുക്കറിയാം വിധവകളാണ്. കാരണം സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ വീട് പണിയാൻ ലോൺ കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇരിപ്പുണ്ട് അസീസ് കാർഡ് തന്നിപ്പോൾ നമ്മൾ രാത്രി നോക്കാം ആരും തന്നാലും ലോൺ തരും, അല്ലേ? ഒരു അംശമില്ല, ലോൺ തരും, അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പക്ഷേ ലോൺ എടുത്താലുള്ള പ്രശ്നം എന്താ? മക്കളുടെ വിദ്യാഭ്യാസം, വീട്ടു ചെലവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോൺ തിരിച്ചടക്കാൻ പറ്റില്ല. ലോൺ തിരിച്ചടക്കാതിരിക്കുമ്പോൾ എന്ത് പ്രശ്നം വരും? ലോൺ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആസീസ്ക്ക് ആര് വിചാരിച്ചാലും ശരി, അതിനൊരു ബാങ്കിന് നിയമമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ ആ തിരിച്ചടച്ചാലും ജപ്തി ചെയ്യേണ്ട നടപടിയിലേക്ക് പോകും. മാക്സിമം നീട്ടിക്കൊണ്ടുപോകുന്ന പലിശ കൂടി ലാസ്റ്റ് ഇതടക്കാൻ പറ്റില്ല. ചില വിധവകളും, അല്ലെങ്കിൽ വിധവകളെന്നല്ല പലവരും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക ഒരു വർഷം കഴിയുമ്പോൾ കൂട്ടി ചോദിക്കും. അപ്പോൾ വരുമാനം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരും ഒരു പരിചയമില്ലാത്ത പ്രദേശത്ത് പോയി ഇതുപോലെ സുരക്ഷിതമായ ഒരു സുരക്ഷിതമല്ലാത്തൊരു ഭവനത്തിൽ പോയി രാത്രി സത്യം പറഞ്ഞാൽ
ചില വിധവകളായ സഹോദരിമാർ അന്തി ഉറങ്ങുന്നത് പെൺകുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചാണ് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങുന്നത്. പല സഹോദരിമാരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രയാസപ്പെട്ട്. ഇതെല്ലാം കൂടി മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ വിധവകളുടെ പ്രൊജക്റ്റാക്കി മാറ്റിയത്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അഭിമാനത്തോട് പറഞ്ഞു, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു MLAക്ക് ഒരു ഹൗസ് പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റിയത് എനിക്കാണെന്നല്ലോ അത് അഭിമാനമുണ്ട്. എന്നെ ഉമ്മൻചാണ്ടി സാറാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടി സാർ ഒരു താക്കോലെടുക്കാൻ 11ാമത്തെ വീടിൻ്റെ താക്കോലെടുക്കാൻ വന്ന് പറഞ്ഞു, ഞാൻ 48 വർഷം MLA, പക്ഷേ എനിക്ക് ഇങ്ങനൊരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ വീടുകൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഗവൺമെൻറ് പ്രോജക്റ്റ്, പക്ഷേ ഇങ്ങനൊരു ആശയം എനിക്ക് തോന്നിയിട്ട് അത് അൻവറിന് തോന്നിയത് എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് അന്വേഷിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ആരും തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ എൻ്റെ മുമ്പിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല. രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. അവിടെ ആരാണോ ഡിസർവിങ്, ഇപ്പം ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഏത് കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാലും. അപ്പോൾ ഇന്നാളെ ഒരാൾ പറഞ്ഞ് ഞാൻ കൊടുത്ത ആൾ ഒരു ഇലക്ഷനിൽ വേറെ പാർട്ടിക്ക് വേണ്ടി മുമ്പിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ പാർട്ടി, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് ഇവിടെ അതിൻ്റെ മുമ്പിൽ രാഷ്ട്രീയമോ ജാതിയോ അതുപോലെ ഇവിടെ ഡിസർവിങ് ആരാണോ മനുഷ്യൻ, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാതലായ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജനനന്മ. എല്ലാ മതങ്ങളുടെയും സാരാംശം എന്താണ്? മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഒരു മതവും ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നെ അതൊക്കെ നമ്മൾ വേറെ പലതിനു വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇനിയും ഈ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 55 വീട് നമ്മൾ കല്ലിട്ടു. ഇനി ഒരു 4 സ്പോൺസറും കൂടി ആയിട്ടുണ്ട്. 60 വീട് ആക്കാൻ പറ്റും. തിരുവരാണിക്കുളം അമ്പലം തന്നെ ഈ പദ്ധതിയിലേക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നി. തിരുവരാണിക്കുളം അമ്പലം അറിയാല്ല, ഓട്ടുന്ന അമ്പലത്തിൽ തിരുവരാണിക്കുളം അമ്പലം കേരളത്തിൽ അറിയപ്പെടുന്ന അമ്പലം. ആ അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ വരെയാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല കേട്ടാ. ദേ എൻ്റെ വക, ഞങ്ങളുടെ വക അമ്മക്കിളിക്കൂടിലേക്ക് ഒരു വീടിതാ. അപ്പോൾ ടിനി ടോം എൻ്റെ അടുത്തൊരു അഭിപ്രായം. ടിനി ടോം എൻ്റെ ട്രസ്റ്റിലെ മെമ്പറാണ് കേട്ടോ. ടിനി ടോം പറഞ്ഞ് ഇതിന് നമുക്കൊരു മതേതരത്വം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് ഞാനൊരു മുസ്ലിം അറിയാലോ, അപ്പോൾ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പദ്ധതി, അപ്പോൾ ഒരു അമ്പലം കൊടുക്കുമെന്ന്. അത് നമുക്കൊരു ക്രിസ്ത്യൻ കുട്ടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ വന്ന് കാഞ്ഞൂരൊരു മഠമുണ്ട്. ഇതുപോലെ ഒരു ആൾക്ക് അവർക്ക് വീട് സ്ഥലമില്ല. ആ കടത് കന്യാസ്ത്രീ സഹോദരിമാർ ആ മഠത്തിൻ്റെ 3 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു 3 സെൻറ്റ് സ്ഥലം. അപ്പോൾ എന്ത് ചെയ്ത് ഞാനത് ഈ തിരുവരാണിക്കുളം അമ്പലത്തിൻ്റെ ആ സ്പോൺസർ അവർ ഇന്നാളെന്നും പറഞ്ഞില്ല, ഇഷ്ടമുള്ളവർക്ക് കൊടുത്താണ് പറഞ്ഞത്. ഞാനത് അവിടെ തീരുമാനിച്ചു. ഇപ്പോൾ ആനന്ദ് അവിടെ ഉണ്ട്. ആനന്ദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ കല്ലട എൻ്റെ ആർക്കിടെക്റ്റാണ്. അവരൊക്കെ ഒരു ചാരിറ്റി മൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആനന്ദ് പറഞ്ഞു ദേ അവിടെ റെഡിയാണ്, നമുക്കിനി കല്ലിടാട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പം 60 വീട് നമുക്ക് സ്പോൺസർമാരായിട്ടുണ്ട്. നമ്മുടെ റോയൽ റഫീഖ്, പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമല്ല. നമുക്ക് ഇനിയും 10-20 അപേക്ഷകൾ ഉണ്ട്. ഞാനിപ്പോൾ ഇവരെയൊക്കെ പോലെ ആളുകളെ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ശ്വേത ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഇതൊക്കെ കണ്ട ആരെങ്കിലും ഈ പ്രോജക്റ്റിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് ചോദിക്കുമല്ലോ എന്താണ് ഈ പ്രോജക്റ്റ്. അപ്പം ഒരുപക്ഷെ അവരടുത്ത് പറയും ഈ ചില ആളുകൾ രാഷ്ട്രീയ പിരിവും തരില്ല. രാഷ്ട്രീയ പിരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെ ആളുകളുണ്ട്. അവർ ചിലപ്പോൾ രാഷ്ട്രീയ പിരിവ് വെച്ച് ഒന്നും തരില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, സ്വാഭാവികമായിട്ടും കളക്ഷൻ വേണം. ഞങ്ങളാരും മറ്റേ തേങ്ങ കിട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അതിനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല. സ്വാഭാവികം കളക്ഷൻ. പക്ഷേ ചില ആളുകൾ രാഷ്ട്രീയ പിരിവിനപ്പുറം ഇങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒരാളെ വെറുതെ വിളിച്ചാണ്, അദ്ദേഹം ഇങ്ങോട്ട് ഒരു വീട് ഓഫർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇവർ ആരെങ്കിലും കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഈ പദ്ധതി നയിക്കും. അപ്പോൾ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കൊരു വീട് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് വീട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനാണ് ഈ അമ്മക്കളിക്കൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റ് രൂപീകരിച്ചതിൻ്റെ ആദ്യം 80G ടോൾ വേ കെട്ടിക്കാൻ ടാക്സ് എക്സംഷനുകൾ അറിയാലോ. ഇപ്പം 2 ആഴ്ച മുമ്പ് ഇതിന് CSR ഫണ്ട് മേടിക്കാനുള്ള എലിജിബിലിറ്റി ഈ ട്രസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ട്രസ്റ്റിലൂടെ നമുക്ക് CSR ഫണ്ട്, അതിനകത്തൊരു മെമ്പറാണ് ടിനി ടോം, പിന്നെ അഡ്വക്കേറ്റ് രമ, അതുപോലെ തന്നെ നമ്മുടെ കേരള ഫാർമസിൻ്റെ ഡോക്ടർ അനിൽ, പിന്നെ ജോബി ചേട്ടൻ, അങ്ങനെ ഒരു കുറേ, പിന്നെ നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ അൽത്താഫ് ജഹാംഗീർ, അവരൊക്കെ ഒരു ട്രസ്റ്റ്. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇനി ആ ട്രസ്റ്റിൻ്റെ ജൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകും. 10-20-25 അപേക്ഷകൾ ഇനിയും എൻ്റെ പെൻഡിങ്ങിലുണ്ട്. അപ്പം അത് എൻ്റെ ഒരു തീരുമാനം, ആലുവ നിയോജകമണ്ഡലത്തിലെങ്കിലും ഒരു വിധ പോലും സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വിധ പോലും, സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത
ഒരു വിധവോളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് മനസ്സിലുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കക്ഷി രാജ്യമായി ജാതിമത ചിന്തകൾക്കൊപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോട്ട് പോകണം. ഇപ്പം ഈ വീടിൻ്റെ കാര്യം നമുക്കറിയാം. ഈ വീടിൻ്റെ എല്ലാ കരപട മെമ്പർ ശ്രീ ED ഉണ്ണികൃഷ്ണനും അതുപോലെ നമ്മുടെ അല്ലമീനും അതുപോലെ ശശി അവരൊക്കെ ഉണ്ട്. അവരതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇതാണ്. അപ്പം ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടും. അതിൻ്റെ പെർമിഷൻ എടുക്കാനൊക്കെ ഇവരാണ് അതിൻ്റെ മുമ്പിൽ ഇനിഷ്യേറ്റീവ് ആയിട്ട് നിന്നാൾ. അതിനിടയ്ക്ക് കെവിയർക്ക് ഇതിൻ്റെ കറണ്ടിൻ്റെ ഒരു കണക്ഷനൊക്കെ വേണ്ടി പുള്ളിയും അതിൻ്റെ അടുത്ത് ഞാൻ ഒന്നുകൊണ്ട് ഏൽപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി നടന്നു. അങ്ങനെ ഇതെല്ലാവരും ഇപ്പോൾ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് ആളുടെ സപ്പോർട്ട്. ഇപ്പം നമ്മുടെ ഒരു വീടിൻ്റെ വാഹനം തോന്നിയതും ഒക്കെ ചെയ്ത് നമ്മുടെ സെമിനാറിൽ അച്ഛപ്പട്ടത്തിന് പഠിക്കുന്ന നമ്മുടെ സെമിനാറിലുള്ള ഒരു വീട്, മടത്തൂരിലെ വീട്, അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സേവനം എങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പോൺസർ എന്ന് വെച്ചാൽ നമ്മുടെ മണപ്പുറം ഫിനാൻസിൻ്റെ അറിയാലോ ബഹുമാനായ നന്ദകുമാരേട്ടനാണ്. നന്ദകുമാരേട്ടനെ ഞാൻ പോയി കണ്ടു, നേരിട്ട് കണ്ട് ഒരു വീട് തരാമെന്ന് പറഞ്ഞു. ഒരു വീട് തന്നു. ഇനിയും ഞങ്ങൾക്ക് വീട് തരേണ്ട വരും, ഞങ്ങൾ മേടിക്കും. അത് ശില്പയാണ് ഇവിടെ വെച്ച് പറയേണ്ടത്. ഒരു 12 സെന്റ് സ്ഥലം കേട്ടാ, 12 സെന്റ് സ്ഥലം നമുക്ക് ഈ ട്രസ്റ്റിലേക്ക് കാലിൽ എന്ന് പറഞ്ഞ പാദപ്രശ്ശയിൽ തന്നിട്ടുണ്ട്. ആ 12 സ്ഥലത്ത് നമ്മൾ സ്ഥലമില്ലാത്ത വിധവകൾക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ അപേക്ഷ ക്ഷണിക്കും. ആ സമയത്ത് അവിടെ പ്ലാൻ ഉണ്ട്. അപ്പോൾ ട്രസ്റ്റിലേക്ക് എഴുതി മേടിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്നത്. ഒരാളൊരു സ്ഥലം തന്ന് മടുത്തുപോയി, പക്ഷെ ആ പാടമായി പോയി, അത് പറ്റാത്തതുകൊണ്ട് പുള്ളി വേറൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട് എന്ന് മാത്രം. ഒന്ന് ജസ്റ്റ് ശ്വേതക്കും ഇതിൻ്റെ പദ്ധതിയെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ടി ഞാൻ ഇതെല്ലാം പറഞ്ഞത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഈ പദ്ധതി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ്. റമദാൻ മാസം ഇന്നലെ തുടങ്ങി, നോമ്പ് തുടങ്ങി, ഇന്ന് 2ാമത്തെ നോമ്പാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിനും ഈ വീടിൻ്റെ താക്കോൽദാനം കൊടുക്കാൻ സാധിച്ചുള്ള സന്തോഷവും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ, വിദ്യാർത്ഥിനിയായിരുന്നു. അന്ന് അനശ്വരത്തിലാണ് ആദ്യം വന്നത്. ആ അനശ്വരത്തിന് വന്നിട്ട് പിന്നെ 1994 അത് തെറ്റില്ല, തെറ്റില്ല ഫെമിന അവാർഡ് മിസ് ഇന്ത്യ മിസ് ഇന്ത്യ കിട്ടി. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ ഈ സൗന്ദര്യവും ഇതൊക്കെ കിട്ടാന്ന് വെച്ചാൽ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ, ശരിയല്ലേ? അപ്പം അങ്ങനെ കിട്ടി. പിന്നെ മലയാള സിനിമകളിൽ എത്രയോ സിനിമകൾ മമ്മൂക്കാടൊപ്പം തുടങ്ങിയിട്ട് മോശമായില്ല. പിന്നെ മമ്മൂക്കാടെ ഒരു സിനിമയിലാണ് അവാർഡ് കിട്ടിയത്. എന്താ എന്താ ക്യാരക്ടർ അല്ല ആ ക്യാരക്ടറിന്റെ പേര് ചീരു. ഞാൻ കണ്ട സിനിമ. അപ്പൊ ചീരു എന്ന ക്യാരക്ടറിനാണ് അവാർഡ് കിട്ടിയത്. പിന്നെ മറ്റേ സിനിമ ഏതാണത്, മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ. അത് ഞാൻ കണ്ട. അന്ന് ബഹുപടം. ഞാനിപ്പോൾ വന്നപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് ലാലേട്ടനോടെയും വിളിക്കാറുണ്ട്. ഇവർ ഒരുമിച്ച് പരിപാടി. അത് ഇവിടെ വന്ന് വൈകി വന്ന ബുദ്ധി എന്ന് പറയാം. ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞിട്ട് അയ്യോ നമുക്ക് ലാലേട്ടനോടും വിളിക്കാന്ന് വെച്ചാൽ ലാലേട്ടനും നമ്മുടെ നാട്ടുകാരനല്ല, അറിയാലോ. അവർ രണ്ടുപേരും ഗംഭീരമായ പടമാണ്. അത് നമ്മൾ വളരെയധികം ആസ്വദിച്ച് എന്നുവെച്ചാൽ ചിരിക്കാനുണ്ട്. വളരെ നല്ല ഒരു ക്യാരക്ടർ, നല്ല ഇത് 2 സിനിമയും അവാർഡ് കിട്ടിയത് നല്ല രീതിയിൽ റോൾ എടുത്താണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരു നാഷണൽ അവാർഡും അതുപോലെ തന്നെ വലിയ അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ TV ഷോയിലൊക്കെ അതിഗംഭീരമായി അതിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇന്നലെ ബിനു അടിമാലിയായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റേ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ പെർഫോമൻസ് ദൈവാനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ. എപ്പോഴും ഞങ്ങളെയൊക്കെ ഓർക്കാം, ഞങ്ങളുടെ നാട്ടുകാരെ ഓർക്കാം. ഞങ്ങളൊക്കെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്. ഇത് വന്ന നല്ല മനസ്സിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ജയിക്കും. ഉണ്ണിച്ചേട്ടൻ്റെ ഭാര്യയാണ് നമ്മുടെ വാർഡ് മെമ്പറുടെ വാസന്തി ചേച്ചി. സംസ്ഥാന കേട്ടോ മറ്റേ അംഗനവാടി ടീച്ചർക്കുള്ള ഏറ്റവും നല്ല ടീച്ചർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നല്ല ഹാർഡ് വർക്കാണ്. രാവിലെ ഞാൻ ഇതുപോലെ ഹെൽപ്പറുടെ ഒരു അവാർഡ് രാവിലെ 9 മണിക്ക് ഞാൻ പോയി കൊടുത്തിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ച് ഇവിടെ തന്നെ വെച്ച് ആദരിക്കാമെന്ന് വെച്ചു. അത് ശ്വേതനെ കൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായ അല്ലെങ്കിൽ അനുഗ്രഹീത കലാകാരിയെ കൊണ്ട് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ടീച്ചറെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ മുഹമ്മദ് ആയിസിന്റെ മുഹമ്മദ് ഖൈസിന്റെ ചരിത്രം കേൾക്കണം. എന്താ പറയുമ്പോ പെരിയാർ എത്ര വയസ്സാ? 5 വയസ്സാണ്. പെരിയാർ കുറുകെ കടന്നു നീന്തി
എന്താണെന്ന് വെച്ചാൽ പുറകെ അങ്ങോട്ട് പോയി തിരിച്ചു ഇങ്ങോട്ട് വന്നു. ഞങ്ങളാണ് പോയത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ പയ്യനാണ്. അപ്പം അത് സുധീറിനെയും വൈഫിനെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും ഇനിഷ്യേറ്റീവാണ്. അവരതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു, ആ കുട്ടീനെ പ്രോത്സാഹിക്കും. അതിനിടയ്ക്ക് നമ്മുടെ നീന്തൽ നമ്മുടെ സജീവ് വളാശ്ശേരി എല്ലാ വർഷവും 1000 പേര്, ഒരു 1000കണക്കിന് ആൾക്കാരെ ഇപ്പം നീന്തൽ പഠിപ്പിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് നീന്തൽ അറിയില്ല. ഞാൻ നീന്തൽ പഠിക്കാൻ ചെല്ലാന്നുകൊണ്ട് ഇതിനും പോയിട്ടുമില്ല. കാരണം ആവശ്യമാണ്. ഈ വെള്ളം കാണുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞ. അതാരാ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ശുദ്ധ മനസ്സുകൊണ്ടിൽ തുറന്നു പറഞ്ഞു. ഇവരെ പോലെയൊക്കെ പറയാറുണ്ട് അറിയില്ല എന്ന് പറയുന്നത്. പഠിക്കണം. സത്യം പറഞ്ഞ പ്രളയം വന്നപ്പോഴൊക്കെ വെള്ളത്തിലിറങ്ങി രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹം. പക്ഷെ പ്രളയത്തിൽ ഞങ്ങൾ കൂടെ നിന്നെങ്കിലും വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല. കാരണം ആശയം എന്നെ കയറിക്കൊണ്ട് വരും. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ 2 പേരും നമ്മൾ ഇന്ന് അവാർഡ് കൊടുക്കുകയാണ്. അവർക്കൊരു ആദരിക്കുന്നു, അവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ഞാൻ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മഹത്തായ ഒരു കാര്യത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിന്. ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് അൻവർ ഖാൻ്റെ അടുത്താണ്. ബിക്കോസ് വർഷങ്ങൾക്ക് മുമ്പേ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പോസ്റ്റേഴ്സ് അയച്ചുകൊണ്ടിരിക്കും, ഇവർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് എന്ന്. പിന്നെ അൻവർ ഖാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എനിക്ക് തോന്നി വരണം. അതാണ്, അല്ലാതെ അത് ജസ്റ്റ് ഒരു മൂപ്പര് ചോദിച്ചു, ഞാൻ പിന്നെ വരും, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷിന ചേച്ചിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു വീടാണ്. ഞാൻ ബോംബെയിൽ താമസിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവിടെ ആൾക്കാർ ഭയങ്കര ഷോക്കിലാണ്. ആണോ, ഇതൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ വീട്? ഞമ്മൊരു സ്ഥലം ഉണ്ടെങ്കിൽ പേപ്പേഴ്സ് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരുപാട് പദ്ധതികളുണ്ട്. അങ്ങനെയാണ് ഞാൻ അൻവർ ഖാൻ്റെ ഈ പോസ്റ്റർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ദാറ്റ് ഇത്രയേ ഉള്ളൂ, അവിടെ കുറേ ചാരിറ്റി മനസ്സുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അൻവർ ഖാൻ അത് ആലോചിച്ചപ്പോൾ അതിന് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, തുല്യനായ എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷെ അത് സാധിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ മലപ്പുറം പോലെ ആൾക്കാരുണ്ട്. അതന്നെ ഭയങ്കര ഒരു വലിയൊരു പോസിറ്റീവായ ഒരു മൂവാണ്. സത്യം പറഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ ഇത് നടക്കണ്ടോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. സോ ഒരുപാട് സന്തോഷം ഈ ഒരു പദ്ധതി. പക്ഷേ എനിക്ക് അൻവർ ഖാൻ മെഡിസിൻസ് കൊടുത്തു, വീട് കൊടുത്തു. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ, അതെ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരെന്നെ വളർന്ന് അവരെന്നെ ഈ ഒരു പദ്ധതിൻ്റെ ഭാഗമാവും. അതെ അതെ. അപ്പോൾ വണ്ടി വരെയുണ്ട്. പിന്നെ എന്താ വേണ്ടേ? ഈശ്വര, ഇവിടെ ഷിഫ്റ്റ് ചെയ്യണോ? എനിക്കൊരു വീട് കിട്ടോ? സ്ഥലമില്ല, ബോംബെയിലല്ലോ അല്ലേ? സ്ഥലമില്ലാത്ത അപ്പം എൻ്റെ ആദ്യത്തെ പേര്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും അടുത്ത് നിങ്ങളുടെ നെയ്ബറായ ഒരു എൻ്റെ വെറുതെയുള്ള ഭാര്യേൻ്റെ ഒരു കപ്പിളുണ്ട്. അവരും ഒരു സെലിബ്രിറ്റിയാണ്. വരൂ, ബീനു ആൻഡ് സിമി, പ്ലീസ് കം. അവർ ഈ പദ്ധതി കേട്ട് ഭയങ്കര വോളണ്ടറിലി വെറുതെയുള്ള ഭാര്യ എൻ്റെ കണ്ടസ്റ്റ് ആദ്യത്തെ സീസണിൻ്റെ നമ്മുടെ ബിനു ആൻഡ് സിമി വരൂ, മുകളിൽ വരും. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പദ്ധതി കേട്ടപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വരട്ടെ. ഞാൻ പറഞ്ഞു പ്ലീസ് വരൂ. അല്ലേ ഇക്ക, നമുക്ക് എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരും ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സിമിയും ബിനു. അപ്പോൾ ഞാൻ എപ്പോഴും ഇവരെല്ലാവരെയും കൂടെ എനിക്കും അൻവർ ഖാൻ്റെ പോലെ അങ്ങനത്തെ ഒരു മനസ്സുണ്ട്. നമ്മുടെ കൂടെ നിൽക്കണ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ
യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൈ പിടിച്ച് നമ്മൾ കൈ കോർത്ത് എപ്പോഴും ഉണ്ടാവണം. ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി അവിടെ ഉണ്ടാവാൻ പറ്റില്ലെങ്കിലും ഇമോഷണലി ഒരു ഫോൺ കോൾ അല്ലേക്കാ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ എൻ്റെ 2 മക്കളാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇക്ക. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ഇങ്ങനെ താക്കോൽ ദാനം അമ്മക്കിളി കൂട്ടിൻ്റെ താക്കോൽ ദാനത്തിൻ്റെ ഈ ചടങ്ങിൽ ഇനിയും എനിക്കൊരു ഭാഗമാവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു അവസരത്തിൽ മണപ്പുറം ഫൗണ്ടേഷന് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ, അല്ലെങ്കിൽ ഇതിൽ ഒരു കോൺട്രിബ്യൂഷൻ തരാൻ സാധിച്ചതിൽ, ഇങ്ങനൊരു ഭവനം നൽകാൻ ഷീനയ്ക്കും അതുപോലെ തന്നെ യദുകൃഷ്ണ, അതുൽ കൃഷ്ണ 3 ആളുകൾക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭവനം നൽകുവാൻ സാധിച്ചതിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെ അത്യധികമായ സന്തോഷവും അഭിമാനവും എന്ന് തന്നെ പറയട്ടെ, അതിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അൻവർ സാദത്ത് MLA പറഞ്ഞ പോലെ മണപ്പുറം ഫൗണ്ടേഷനിൽ സത്യം പറഞ്ഞാൽ മണപ്പുറം ഫൗണ്ടേഷൻ ഇത് 500-ൽ കൂടുതൽ വീടുകൾ നമ്മൾ ഓൾറെഡി നൽകി കഴിഞ്ഞു കേരളത്തിൽ. അപ്പോൾ ഈ 500-ൽ കൂടുതൽ വീടുകൾ നൽകിയ മണപ്പുറം ഫൗണ്ടേഷന് ഇത് വീണ്ടും ഒരു പൊൻതൂവൽ കൂടുതലാവുകയാണ്. ചില അൻവർ സാദത്ത് MLA ഇത് പറഞ്ഞ പോലെ അവിടെ വന്ന് നന്ദകുമാർ സാറിനെ കാണുകയും ഇങ്ങനെ ഒരു വീടിന് അനുവാദം വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന്, എനിക്കൊന്ന് 1 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ കല്ലിട്ട്, ഇത് കഴിഞ്ഞ മാർച്ചിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നന്നായി ഓർക്കുന്നു. 1 വർഷം കൃത്യമായിട്ട് നമുക്കായിട്ടുണ്ട് ഈ വീട് ഈ തരത്തിൽ പണിതെടുക്കാനായിട്ട്. അതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കും സ്ഥിരമായ ഫോളോ അപ്പും അതുപോലെ തന്നെ മണപ്പുറം ഫൗണ്ടേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെയും മണപ്പുറം ഫൗണ്ടേഷന് ഇതല്ലാതെ MLA പറഞ്ഞിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പദ്ധതി അല്ലാതെ തന്നെ മറ്റ് പല പദ്ധതികളിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വേറെ വേറെ സ്കൂളുകൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണെങ്കിൽ പോലും വീട് ഇത് ആദ്യമായിട്ടൊന്ന് നൽകിയിട്ടുണ്ട്. ഇനി സാർ പറഞ്ഞ പോലെ വന്നപ്പം മുതൽ ഇനി അടുത്തൊരു 12 സെൻറ്റിൻ്റെ കഥ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അറിയില്ല, ഞാൻ തീർച്ചയായിട്ടും നന്ദകുമാർ സാറിനോട് ഞങ്ങളുടെ മണപ്പുറം ഫൗണ്ടേഷൻ്റെ CEO ജോർജ് ഡീദാസ് സാറിനോടും ഇത് വ്യക്തമായിട്ട് അറിയിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു കൊള്ളാം. ഈ ഒരു അവസരത്തിൽ ഷീനയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ ഭവനത്തിൽ സന്തോഷവും സമാധാനവുമായി ജീവിക്കാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.